ഹലോ ഹാപ്പി സോൾസ്, ഞാൻ സജിത വിഷ്ണു, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആൻഡ് സർട്ടിഫൈഡ് ഹോപ്പനോപ്പനോ ഹീലർ. എനിക്ക് നിങ്ങളോട് ചെറിയൊരു കാര്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് പലപ്പോഴും നമ്മളെ ഇങ്ങനെ കാത്തിരിക്കുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊരു മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനായിട്ടാണല്ലേ. വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ലഭിക്കാനായി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷെ അത് വേണ്ട രീതിയിൽ വേണ്ട അളവിലും മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ ശരിക്കും എന്താണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്? നമ്മൾ നിരാശരാകും, നമ്മൾ തളർന്നു പോകും, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും അല്ലേ. പിന്നെ നമുക്ക് ദേഷ്യം വരും, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തോട് നമുക്ക് വെറുപ്പ് തോന്നും, നമ്മുടെ ജീവിതം തന്നെ നമുക്ക് മടുത്തു പോകാറുണ്ട്. പക്ഷേ ഒരിക്കലെങ്കിലും എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ പറയാൻ പറ്റും അല്ലേ? ഇതല്ലേ നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നോക്കിയിരിക്കുന്നത്. നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമാണ് എന്ന് പറയാൻ, നമ്മൾ അടിപൊളിയാണ്, നമ്മൾ സൂപ്പറാണെന്നൊക്കെ നമുക്ക് പറയാൻ ശരിക്കും നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല അല്ലേ. നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള ആ ഒരു വാക്യമാണ് ഇപ്പം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ഈ നിന്നെ പോലെ തന്നെ എന്ന് പറയുന്നതിനകത്ത് നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ ആരാണ് പഠിപ്പിച്ചിട്ടുള്ളത്? ഇതുവരെ അങ്ങനെ ആരും പഠിപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. മറ്റൊരാളെ സ്നേഹിക്കണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, മറ്റുള്ളവരെ അംഗീകരിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇമ്പോർട്ടൻസ് പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ. എന്നെ പോലെ തന്നെയാണ് നിങ്ങളുടെ അനുഭവം തോന്നുന്നു, വ്യത്യസ്തമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ വളർന്നു വന്ന സാഹചര്യം മുഴുവൻ അങ്ങനെയാണ്. നമ്മളെപ്പറ്റി പറയുമ്പോഴോ നമ്മളെപ്പറ്റി പുകഴ്ത്തി പറയുമ്പോഴോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴോ ഒക്കെ അത് നമ്മളെ പുകഴ്ത്തി പറയുന്ന ഒരു രീതിയിലേക്ക്, ഒരു സെൽഫ് ലവ് അല്ല, ഒരു സെൽഫിഷ്നെസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മാറ്റപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അത് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും ആയിക്കോട്ടെ, ഹെൽത്തോ റിലേഷൻഷിപ്പിലോ കരിയറിലോ ഫിനാൻസിലോ ഒക്കെ നിങ്ങൾ തകർന്ന് കിടക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, എൻ്റെ ലൈഫിൽ ഈ ഒരു കാര്യം കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യം വന്നത്, എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത്. ചിലപ്പോൾ ചിലർക്ക് പറയാം ബിഫോർ മാരേജ് എൻ്റെ നല്ല അടിപൊളി ലൈഫായിരുന്നു, ആഫ്റ്റർ മാരേജാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നമ്മളുടെ കൺമുമ്പിൽ കാണുന്ന പല റീസൺസ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒന്നും കൂടെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തോന്നുന്നു എന്താണെന്നല്ലേ, നമ്മളിപ്പോൾ കണ്ടെത്തുന്ന പല റീസൺസും, നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിൾസിന് നമ്മൾ കണ്ടെത്തുന്ന പല റീസൺസും അതായിരിക്കണം എന്നില്ല. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരാളുണ്ട്, നമ്മുടെ ക്വാളിറ്റി സെൽഫ് എന്ന് പറയും, നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ നമ്മൾ. ആ യഥാർത്ഥ നമ്മളെ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ കാൽച്ചുവട്ടിൽ നിന്ന് ഇങ്ങനെ മണ്ണൊലിച്ച് പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ യഥാർത്ഥ നമ്മളെ ജീവിതത്തിൻ്റെ ഏത് വഴിയിൽ വെച്ചിട്ടാണ് നമുക്ക് നഷ്ടപ്പെട്ടതെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഒരു തിരിഞ്ഞ നടത്തമാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ചുറ്റും പലതരത്തിലുള്ള ആരവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നെടുവീർപ്പുകളുടെയും ഒക്കെ ഇടയിൽ നിന്ന് നമുക്കൊരു പിന്നടത്തമാണ് വേണ്ടത്. പുറകിലോട്ട് പോവുക. എവിടെ വെച്ചാണ് നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടതെന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കൂ. കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കൂ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആളെ. അതെങ്ങനെയാണെന്നല്ലേ. അതായത് നമുക്കൊന്ന് കണ്ണുകളടച്ച് ശാന്തമായി ഒന്നിരിക്കാം. ശാന്തമായി ഒന്നിരുന്നിട്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കുഞ്ഞു ശബ്ദമുണ്ട്, ഒരു ചെറിയ മർമ്മരമുണ്ട്. ആ മർമ്മരത്തെ കേൾക്കാതായപ്പോൾ തൊട്ടാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയത്. നമുക്ക് കണ്ണുകളൊന്ന് അടച്ച് ആ ഉള്ളിലിരിക്കുന്ന ആളോട് നമുക്കൊന്ന് സംസാരിക്കാം, ഒന്ന് കൂട്ടുകൂടാൻ ശ്രമിക്കാം. അതായത് പല നാളുകളിലും നിങ്ങളോട് സംസാരിച്ച് നിങ്ങളോട് പല പല കാര്യങ്ങളും പറഞ്ഞിട്ടും നിങ്ങൾ കേൾക്കാതെ, നിങ്ങൾ തഴഞ്ഞു കളഞ്ഞ് സങ്കടത്തോടെ വളരെ വലിയ ദുഃഖത്തോടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ നിങ്ങളുണ്ട്. അതായത് മണിച്ചിത്രത്താഴ് സിനിമയിൽ അച്ഛൻ്റെയും അമ്മയുടെയും വരവിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു കുഞ്ഞു ഗംഗയില്ലേ, ആ കുഞ്ഞു ഗംഗയാണ് ഇപ്പോൾ ഓർമ്മ വന്നത്. അവളിങ്ങനെ കാത്തിരിക്കുന്നത് പോലെ നിങ്ങളുടെ യഥാർത്ഥ നിങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥ നിങ്ങളുടെ വരവിനായി നിങ്ങൾ അവനോട് സംസാരിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് കയറി അകത്തേക്ക് ചെല്ലാം, ഒന്ന് സംസാരിക്കാം, ഒന്ന് കാണാം, സങ്കടപ്പെടുത്തിയതിന് ക്ഷമ ചോദിക്കാം, ഞാൻ കൂടെയുണ്ട് എന്ന് ആശ്വസിപ്പിക്കാം, സാരമില്ല എന്ന് പറയാം, എപ്പോഴും കൂടെ ഉണ്ടാവും, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് സ്നേഹിക്കാം. അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാം. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നല്ലേ, അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മിറർ വർക്ക് എന്ന് പറയുന്നത്. മിറർ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും കണ്ണാടിയുടെ മുമ്പിൽ
ചിലവഴിക്കുന്ന ഒരു വലിയ ക്വാളിറ്റി ടൈം ആയിരിക്കും അതൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒന്നും ആവണമെന്നില്ല. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിൽ നിന്നും ഒരു 5 മിനിറ്റ് എടുത്ത് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് നിങ്ങളെ ഒന്ന് സ്നേഹത്തോടെ നോക്കാനും നിങ്ങളോട് എനിക്കിഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറയാനും നിങ്ങൾ ആ ഒരു ധൈര്യമെടുത്ത് ആ ഒരു ചങ്കുറ്റം കാണിക്കുക. ആദ്യം അതൊരു വളരെ വലിയൊരു പ്രയാസമുള്ളൊരു ടാസ്ക് ആയിരിക്കും. പക്ഷേ പിന്നെ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അതിലുള്ള മാറ്റങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളോട് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ യഥാർത്ഥ നിങ്ങളെ തിരികെ കൊണ്ടുവരാൻ പറ്റും. ഇതൊരു തുടക്കം മാത്രമാണ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ഈ ഒരു മിറർ വർക്കിനെ പറ്റിയും സെൽഫ് ലവ് പ്രാക്ടീസിനെ പറ്റിയൊക്കെ ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഗുണകരമായിട്ടുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ കാണാൻ മറക്കരുത്. നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ അടിപൊളി ഒരു ന്യൂ വേർഷനെ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ നിങ്ങളുടെ ഉണ്ടാവും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.